നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദില്ലിയിലെ ജന്തർ മന്ദറിൽ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ പ്രക്ഷോഭം നടന്നു വരികയാണ്. ആ പ്രക്ഷോഭം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ്. കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിച്ചത് തന്നെ സുപ്രീം കോടതി ജഡ്ജിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് വളച്ചൊടിച്ചുകൊണ്ട് വലിയ പ്രചരണം നടത്തിക്കൊണ്ടായിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭാരതത്തിലെ മുഴുവൻ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരും പാറ്റകളെപ്പോലെയാണ് എന്ന് സുപ്രീം കോടതിയിൽ ഒരു വാദത്തിനിടെ പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി രൂപം കൊള്ളുന്നത്. അതിനുശേഷം നീറ്റ് പരീക്ഷയിൽ ചില ക്രമക്കേടുകൾ നടന്നു, ചോദ്യപേപ്പർ ചോർന്നു, പരീക്ഷ മാറ്റിവെക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. ഇതിനെയെല്ലാം മുതലെടുത്തുകൊണ്ട് വീണ്ടും കോക്രോച്ച് ജനതാ പാർട്ടി പ്രക്ഷോഭത്തിലേക്ക് വരികയായിരുന്നു. അമേരിക്കയിൽ ഇരുന്നു കൊണ്ടാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJP അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ഇതിൻ്റെ സ്ഥാപകൻ സ്ഥാപിച്ചത്. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്നയുടൻ CJP സ്ഥാപകനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ അറസ്റ്റ് ഉണ്ടായില്ല. ജന്തർ മന്ദറിൽ അദ്ദേഹം സമരത്തിലിരുന്നു. ജന്തർ മന്ദറിലെ സമരം സർക്കാർ ഒരു കാരണവശാലും തടഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് അതീവ സുരക്ഷാ മേഖലയിലേക്ക് അനുവാദമൊന്നും ഇല്ലാതെ അനധികൃതമായി മാർച്ച് നടത്താൻ തുനിഞ്ഞപ്പോഴാണ് ആദ്യമായി പോലീസ് അതിലിടപെട്ടത്. പോലീസും കേന്ദ്ര സേനാംഗങ്ങളും ചേർന്ന് അവിടെ മാർച്ച് നടത്താനിരുന്ന CJP പ്രവർത്തകരെ അടിച്ചോടിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. തല പൊട്ടിയതും കാലൊടിഞ്ഞതും കൈ ഒടിഞ്ഞതുമായ വിദ്യാർത്ഥികളെ ഇന്ന് പല മാധ്യമങ്ങളും എടുത്തു കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അതെല്ലാം ലാത്തി ചാർജിൽ സംഭവിച്ചതാണ്. അതീവ സുരക്ഷാ മേഖലയിലേക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ പാഞ്ഞു കയറിയവർക്കാണ് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഈ പറയുന്ന ഈ സമരാനുകൂലികൾക്ക് മാത്രമല്ല പരിക്കേറ്റത്, നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വലിയ അക്രമം ഇവർ നടത്തുന്നത്, പ്രകോപനമില്ലാതെ വലിയ അക്രമം ഇവർ നടത്തുന്നത് മറ്റു ദേശീയ മാധ്യമങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള MP ഡീൻ കുര്യാക്കോസ് ഒരു ബസ്സിനകത്തിട്ട് പോലീസിനെ കൈകാര്യം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഉന്തും തള്ളലും കൊടുക്കലും വാങ്ങലുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നീതി നടപ്പാക്കുക, നിയമം പാലിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. അതീവ സുരക്ഷാ മേഖലയിൽ നിന്നും അനധികൃതമായി സംഘടിച്ചിരിക്കുന്ന ജനങ്ങളെ തുരത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അവരുടെ ജോലിയാണ്, അവരുടെ കർത്തവ്യമാണ്. അതാണ് അവർ ചെയ്തത്. ഇതിനെയാണ് കേരളത്തിലെ ചില സിനിമാ താരങ്ങളടക്കം ജനാധിപത്യത്തിൽ ഇങ്ങനെയാണോ പ്രതിഷേധത്തെ നേരിടുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇവരുടെ ആശ്ചര്യം കണ്ടു കഴിഞ്ഞാൽ പ്രതിഷേധങ്ങളൊന്നും ഇങ്ങനെയല്ല ഈ രാജ്യത്ത് നേരിടുന്നത് എന്ന് തോന്നിപ്പോകും. കേരളത്തിലടക്കം എല്ലാ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്തുന്നത് ഇങ്ങനെ തന്നെയാണ്. മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നുവെങ്കിൽ മെനിഞ്ഞാന്ന് പാർലമെൻറ്റിലേക്ക് നടന്ന മാർച്ചിനിടയിൽ ഒരു 10 പേരെങ്കിലും പ്രക്ഷോഭകർ മരിച്ചിട്ടുണ്ടാകുമായിരുന്നു. അത്രമാത്രം അക്രമങ്ങളാണ് അവർ തലസ്ഥാന നഗരിയിൽ കാട്ടിക്കൂട്ടിയത്. എന്തായാലും സംയമനത്തോടു കൂടി തന്നെ പോലീസ് അതിനെ കൈകാര്യം ചെയ്തു. പക്ഷേ 2 പൊട്ടിക്കേണ്ടി വന്നിട്ടുണ്ട്, അത് വാസ്തവമാണ്. അക്രമത്തെ CJP പോലും ഇന്നിപ്പോൾ തള്ളിപ്പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവങ്ങൾ ഞങ്ങളുടെ സമരത്തിലേക്ക് ചില ഗുണ്ടകൾ നുഴഞ്ഞു കയറിയത് കൊണ്ടാണെന്നും ഇപ്പോൾ സമാധാനപരമായിട്ടാണ് സമരം നടക്കുന്നതെന്നും സമരപന്തലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് അഭിജിത് ദീപ്കെ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിൽ CJPക്ക് പിന്നിൽ ആര് എന്നതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ പുറത്തു വരികയാണ്. CJP നടത്തുന്ന സമരം, അതുമായി വാങ്ചുക്കിൻ്റെ രംഗപ്രവേശനം, അതിനുശേഷം രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളുടെ രംഗപ്രവേശനം, ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ബംഗാളിലും നേപ്പാളിലുമൊക്കെ നടന്നതുപോലെയുള്ള ഒരു യുവജന പ്രക്ഷോഭം ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായി ചിലർ ഗൂഢാലോചന നടത്തുന്നു എന്ന് തന്നെയാണ്. ഈ യുവജന പ്രക്ഷോഭത്തിന് ശേഷം ദില്ലിയിൽ ഭരിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ താഴെ വീഴണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. 5 വർഷത്തേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണത്. ആ സർക്കാരിനെ മറ്റ് ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളിലൂടെ താഴെ ഇറക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ യൂത്ത് മൂവ്മെൻറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ചില സംശയങ്ങളുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് CJPയുടെ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വിദേശ ഭീകര സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് രംഗത്ത് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഒരു പ്രസ്താവനയിലൂടെ CJPയുടെ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ഈ പ്രസ്താവനയിൽ CJPയുടെ സമരത്തെ ഇസ്ലാമിക് മൂവ്മെൻറ്റ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമിക് മൂവ്മെൻറ്റുകളുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതും ആ ഒരു അധ്യായമായി മാറട്ടെ, നിങ്ങളുടെ ഈ സമരവും വിജയിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണ എന്നുമാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഈ പ്രസ്താവനയിലൂടെ CJP സമരത്തെ പിന്തുണച്ചിരിക്കുന്നത്.
ആരാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി? 2024 ബംഗ്ലാദേശിൽ ഒരു ബഹുജന പ്രക്ഷോഭം എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈ പല നേപ്പാളിലും അതുപോലെയുള്ള പല രാജ്യങ്ങളിലും നടന്നതുപോലെയുള്ള ഒരു യുവജന പ്രക്ഷോഭമാണ് നടന്നത്. ഏതാനും ചില യുവാക്കളെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ പ്രക്ഷോഭം നടത്തുന്നു. ആ പ്രക്ഷോഭം രാജ്യവ്യാപകമായി ആളിപ്പടരുന്നു. ഒടുവിൽ ഭരണകൂടത്തിന് അതിൽ ഇടപെടേണ്ടി വരുന്നു. പ്രക്ഷോഭത്തിന് മുന്നിൽ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഒട്ടനവധി പ്രക്ഷോഭകർ മരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലായി പ്രധാനമന്ത്രിക്ക് അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും അതുപോലെ തന്നെ പാർലമെൻറ്റിലേക്കും ഒക്കെ ഇരച്ചു കയറാൻ ഈ പറയുന്ന യുവ പ്രക്ഷോഭകർ തീരുമാനമെടുക്കുന്നു. അന്ന് ആ രാജ്യത്തെ സൈന്യം പോലും ഈ പ്രക്ഷോഭത്തിനോടൊപ്പം നിന്നതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് അവിടെ നിന്നും വിട്ടുപോകേണ്ടി വന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലൂടെയാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അവർ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടി ഇപ്പോൾ ഇന്ത്യയിൽ കഴിയുകയാണ്. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടക്കാല സർക്കാർ അവിടെ വലിയ സമ്മർദ്ദം ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്നു. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് എത്തിയതിന് ശേഷം അവിടെ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നു. ആ സർക്കാരിൻ്റെ കടിഞ്ഞാൻ ഇട്ടിരുന്നത് അവിടുത്തെ പ്രക്ഷോഭകരായിരുന്ന, അല്ലെങ്കിൽ ആ പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി. പക്ഷേ അവിടെ രാഷ്ട്രീയത്തിൽ അധികാരം കൈയാളാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇടക്കാല സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വാധീന ശക്തിയായി ജമാഅത്തെ ഇസ്ലാമി മാറി. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് മാത്രമേ ഇടക്കാല സർക്കാർ കേൾക്കുകയുള്ളൂ. അങ്ങനെ ആജന്മ ശത്രുവായിരുന്ന പാകിസ്ഥാനുമായി അവർ കൂട്ടുകൂടി ഇന്ത്യയുമായി വലിയ ശത്രുതയിലായി. ഇന്ത്യ വിരുദ്ധ ഭീകരപ്രവർത്തകന്മാരെ എല്ലാം ഇവർ തുറന്നുവിട്ടു. അങ്ങനെ ഇന്ത്യക്കെതിരെ ചെയ്യാൻ കഴിയുന്നതെല്ലാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിലിരുന്ന് ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഭീകര സംഘടനയുമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇതേ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇന്ത്യയിൽ നിന്നും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ മോചിപ്പിക്കുമെന്നും പശ്ചിമ ബംഗാളിനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമെന്നും ബീഹാറിനെ പ്രത്യേക രാജ്യമാക്കി മാറ്റുമെന്നുമൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം, അതായത് ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നതിന് ശേഷം വിളിച്ചു പറഞ്ഞത്. ഇതെല്ലാം ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഇന്ത്യയുടെ അഖണ്ഡത തകർത്ത് കളയുമെന്നും ചിക്കൻ നെക്ക് പിടിച്ചെടുക്കുമെന്നുമെല്ലാം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സർക്കാരിൻ്റെ തലവനായിരുന്ന മുഹമ്മദ് യൂനസ് ഈ ചൈനയിൽ പോയി പറഞ്ഞ സംഭവം പോലും ഉണ്ടായി. മാത്രമല്ല പാകിസ്ഥാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ ബംഗ്ലാദേശിലേക്ക് ക്ഷണിക്കുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിലേക്ക് പോകുന്നു. പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ISIയുടെ മേധാവിയെ അടക്കം ബംഗ്ലാദേശിൽ വിളിച്ചു വരുത്തി നിർണായകമായ പല ചർച്ചകളും നടത്തുന്നു. ഈ ചർച്ചകളിലെല്ലാം നടന്നത് ഇന്ത്യക്കെതിരായ ഗൂഢാലോചനയായിരുന്നുവെന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരം ചോർത്തിയെടുക്കുന്നു. അതിനുശേഷം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് നിർണായകമായി മാറി. ജമാഅത്തെ ഇസ്ലാമിക്ക് ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല. ഇല്ല എങ്കിൽ ബംഗ്ലാദേശ് ഇതിനോടകം തന്നെ ഒരു വലിയ മുസ്ലിം രാഷ്ട്രമായി മാറിയിരിക്കുമായിരുന്നു. ബംഗ്ലാദേശിൽ ഭരണത്തിൽ വന്ന ഉടൻ തന്നെ ജമാഅത്തെ ഇസ്ലാമി ചെയ്തത് അവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരായിട്ടുള്ള ആക്രമണമായിരുന്നു. വൻ കലാപമാണ് മതന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെ ജമാഅത്തെ ഇസ്ലാമി നടത്തിയത്. അതായത് അവരുടെ വീടുകൾ തീയിട്ട് നശിപ്പിച്ചു, ആരാധനാലയങ്ങൾ പൊളിച്ചു കഴിഞ്ഞു, അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിച്ചു. ഇങ്ങനെ വൻ കലാപം ഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കുമൊക്കെ നേരെയുണ്ടായി. അവിടെ ന്യൂനപക്ഷങ്ങളെ അടിച്ചോടിച്ചുകൊണ്ട് തീർത്തും ഈ ശരീഅത്ത് നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. പക്ഷേ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ടും ജമാഅത്തെ ഇസ്ലാമിയെ രാജ്യത്തെ ജനങ്ങൾ പിന്തുണയ്ക്കാതെ മാറ്റി നിർത്തിയതുകൊണ്ടുമാണ് BNP സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നത്. BNP ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഇന്ത്യയുമായി അത്ര കണ്ട് അടുക്കാത്ത സർക്കാരാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും അനധികൃതമായി താമസിച്ച ബംഗ്ലാദേശികളെ പിടിച്ച് പുറത്താക്കുന്നത് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഭരണകൂടത്തിനും ഇഷ്ടമില്ല. അങ്ങനെയുള്ള ഒരു തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ നിലപാടെടുത്തിരിക്കുന്നത്. ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്ന തീവ്രവാദ സ്വഭാവമുള്ള ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി രംഗത്തെത്തിയിരിക്കുന്നു. അതായത് ഇതിൻ്റെ ഗൂഢാലോചനയിലടക്കം ജമാഅത്തെ ഇസ്ലാമിക്കും പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന വിശദ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് CJP സമരത്തെ പിന്തുണച്ച് ജമാഅത്തെ ഇസ്ലാമി പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നതും.